ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഈയിടെയാണ് പുറത്തിറങ്ങിയത്. ഭൂമിക്കായുള്ള ആദിവാസി ജനതയുടെ പോരാട്ടവും അതിനെ അടിച്ചമർത്തുന്ന ഭരണകൂടവും തുടർന്നുള്ള പോലീസ് സംഘർഷങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. നാം മറന്നു തുടങ്ങിയ ചില പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ട്രെയിലർ. ടു എവറി ബാറ്റിൽ ഫോർ ജസ്റ്റിസ്, ടു എവറി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്, ദിസ് വൺ ഈസ് ഫോർ ദെം ഓൾ എന്ന വാചകത്തിലൂടെയാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. അനീതിക്കെതിരെ നീതിക്കായി പോരാടിയവർക്ക് സമർപ്പിച്ചുള്ള ട്രെയിലറിലെ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വയനാട്ടിലെ മുത്തങ്ങയിൽ നടന്ന ആദിവാസി പോരാട്ടത്തെയാണ്. വനത്തിനകത്ത് കുടിൽ കെട്ടിയ ആദിവാസികളെയും അവർക്ക് നേരെ തോക്കും ലാത്തികളുമായി പാഞ്ഞെടുക്കുന്ന പോലീസുകാരെയും ട്രെയിലറിൽ കാണാം. വാക്കു പാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ് എന്ന സമരപന്തലിലെ വാചകം മുത്തങ്ങ സമരത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന A.K. ആന്റണി ആദിവാസികൾക്ക് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നടന്ന സമരത്തിലെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നായിരുന്നു ഇത്. ട്രെയിലറിലെ ആര്യ സലീമിന്റെ കഥാപാത്രത്തിന് ഭൂസമരത്തിന് നേതൃത്വം നൽകിയ C.K. ജാനുവുമായി സാമ്യമുണ്ട്. ഇൻസ്പയർഡ് ഫ്രം ട്രൂ ഇവന്റ്സ് എന്ന വാചകം കൂടി എത്തുന്നതോടെ മുത്തങ്ങ തന്നെയായിരിക്കും നരിവേട്ടയുടെ കഥാപശ്ചാത്തലം എന്ന് വേണം കരുതാൻ. ഇനി നാം മറന്നു തുടങ്ങിയ മുത്തങ്ങയിലെ ഭൂസമരം എന്തായിരുന്നു എന്ന് നോക്കാം. ആദിവാസികൾക്ക് അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു നൽകാൻ 1975 ആദിവാസി ഭൂസംരക്ഷണ നിയമം വന്നെങ്കിലും അത് നടപ്പിലാക്കാൻ ഒരു സർക്കാരുകളും തയ്യാറായില്ല. ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും പിൻബലം ഉണ്ടായിരുന്നിട്ടും ആദിവാസികളുടെ ഭൂമിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തില്ല. 1975 നിയമം നിലവിൽ കൊണ്ടുവരുന്നതിനായി പ്രതിഷേധങ്ങൾ ആരംഭിച്ചതോടെയാണ് കേരളത്തിൽ ആദിവാസി ഭൂപ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വന്ന ആദിവാസി ഭൂപ്രക്ഷോഭങ്ങളെ ഒന്നിപ്പിച്ച് മുന്നേറുന്നതിനായി C.K. ജാനു, M. ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോത്ര മഹാസഭ എന്ന സംഘടന രൂപീകരിച്ചു. 90കളുടെ അവസാനത്തിൽ കേരളത്തിൽ ഉടനീളം ആദിവാസി മേഖലയിലുണ്ടായ പട്ടിണി മരണങ്ങളെ തുടർന്ന് 2001 ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. 2001 ഒക്ടോബറിൽ അന്നത്തെ മുഖ്യമന്ത്രി A.K. ആന്റണി സമരക്കാരുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി. അതോടെ കുടിൽകെട്ടി സമരം ആദിവാസികൾ അവസാനിപ്പിച്ചു. 1 വർഷത്തിനുള്ളിൽ ഭൂവിതരണം സാധ്യമാക്കാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചതോടെയാണ് അവർ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ആദിവാസികൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ വാക്കുപാലിച്ചില്ല. ഒടുവിൽ ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭൂരഹിതരായ ആദിവാസികൾ സമരത്തിന് തയ്യാറെടുത്തു. 2003 ജനുവരി 3 നൂറുകണക്കിന് ആദിവാസി കുടുംബാംഗങ്ങൾ മുത്തങ്ങയിലെ വനമേഖലയിൽ പ്രവേശിച്ച് അവിടെ കുടിലുകൾ കെട്ടി. തുടർന്നുള്ള ദിവസങ്ങളിൽ 700ഓളം കുടിലുകളിലായി 2000ഓളം ആദിവാസികൾ സമരഭൂമിയിൽ നിലയുറപ്പിച്ചു. സമരം ആരംഭിച്ച് 1.5 മാസം പിന്നിട്ടപ്പോൾ ഫെബ്രുവരി 19 വലിയ പോലീസ് സന്നാഹം തന്നെ ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിനായി മുത്തങ്ങയിലെത്തി. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആയുധങ്ങളുമായി ആദിവാസി കുടിലുകളിലേക്ക് ഇരച്ചു കയറിയെത്തിയ പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കണ്ണിൽ കണ്ടവരെ എല്ലാം ക്രൂരമായി മർദ്ദിച്ചു. നിലത്തു വീണവരെ പൊതിരെ തല്ലി, ബൂട്ടുകൾ കൊണ്ട് ചവിട്ടി മെതിച്ചു, കുടിലുകൾക്ക് തീയിട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് നേരെ പോലും വെടിയുതിർത്തു. സമരഭൂമി കത്തിച്ചാമ്പലായി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഭരണകൂട അടിച്ചമർത്തലാണ് കേരളമെന്ന് മുത്തങ്ങയിൽ കണ്ടത്. അന്നത്തെ ആ സംഘർഷത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ഒന്ന് ആദിവാസി യുവാവ് ജോഗി, മറ്റൊരാൾ വിനോദ് എന്ന പോലീസുകാരൻ. ജോഗിയുടേത് ദുരൂഹമരണമായി രജിസ്റ്റർ ചെയ്ത പോലീസ് വിനോദിന്റെ മരണത്തിൽ നിരവധി ആദിവാസികളെ പ്രതികളാക്കി കേസെടുത്തു. അവരെ കാലങ്ങളോളം പീഡിപ്പിച്ചു. സംഭവം നടന്ന 15 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിചാരണ പോലും ആരംഭിച്ചത്. അവരിപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. 3 നേരം കൃത്യമായി കഴിക്കാൻ ഭക്ഷണം പോലും ലഭിക്കാത്ത ആദിവാസികൾ ഇന്നും ഒരു തുണ്ട് ഭൂമി ലഭിക്കാതെ സമരത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി വയനാട്ടിലുണ്ട്.